بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار مفتاح باب الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال. اللهم صل على نور وآله صلاة تنور قلبي وخطابي. ഹിദായത്തുൽ അദ്കിയാഇ ഇലാ ത്വരീഖിൽ ഔലിയാ. അദ്കിയാ ബുദ്ധിമാന്മാരെ വഴി നടത്തൽ, ഇലാ ത്വരീഖിൽ ഔലിയാഇ ഔലിയാക്കളുടെ മാർഗത്തിലേക്ക് ബുദ്ധിമാന്മാരുടെ വഴി നടത്തൽ. ഇതാണല്ലോ ഈ കിതാബിൻ്റെ പേര്. ബഹുമാനപ്പെട്ട അഷേഖ് മഖ്ദൂം തങ്ങളാണ് ഇതിന് രചയിതാവെന്നും മഹാനവറുകളെക്കുറിച്ചും ഈ കിതാബിൻ്റെ നാമകരണത്തെക്കുറിച്ചും ആ നാമകരണത്തിൻ്റെ ഉള്ളിലെ വസ്തുതകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദക്കീ എന്ന സിംഗുലറിൻ്റെ പ്ലൂറലാണ് അദ്കിയാ. അപ്പം ദക്കിയായ ആളുകൾക്കാണ് വഴി നടത്തേണ്ടത്. അവരാണ് ഗൈഡൻസ് സ്വീകരിക്കുക. അവരെ ഗൈഡൻസ് ചെയ്യുന്നത് അതും ദക്കിയായ ഇൻ്റലിജൻ്റായ റൂട്ടിലായിരിക്കണം. അപ്പം ഇൻ്റലിജൻ്റായ ആളുകളെ ഇൻ്റലിജൻ്റ് വേയിലൂടെ ഗൈഡൻസ് ചെയ്യുന്നത് അതും ഒരു ഇൻ്റലിജൻ്റായ പാത്താവണം. അപ്പോൾ ഔലിയാക്കളുടെ ആ പാത്തും അതും ഇൻ്റലിജൻ്റായ പാത്ത് തന്നെയാണ്. ഔലിയാക്കളുടെ വഴി എന്ന് പറയുമ്പോൾ അപ്പം അമ്പിയാക്കളോ, ആ അമ്പിയാക്കളുടെ വഴിയിലേക്ക് തന്നെയാണ് ഔലിയാക്കളുടെ വഴിയുമുള്ളത്. അമ്പിയാക്കളുടെ പാതയിലേക്ക് തന്നെയാണ് ഔലിയാക്കളും ക്ഷണിക്കുന്നത്. അമ്പിയാക്കൾ വരച്ചിട്ട പാത, അതാണ് ഔലിയാക്കൾ തുടർന്നു വരുന്നത്. അപ്പോൾ ആ ഔലിയാക്കളുടെ വഴിയിലേക്ക് നമ്മൾ നയിക്കുന്ന സമയത്ത് ആ ഗൈഡൻസ് സ്വീകരിച്ചാൽ ഔലിയാക്കൾ സഞ്ചരിച്ചതുപോലെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ വലിയാകാൻ പറ്റുമോ? വലിയാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അപ്പോൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ചെയ്ത മാർഗത്തെ ഔലിയാക്കൾ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെ അതുപോലെ അക്ഷരം പ്രതി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുസരിക്കുന്നു. ധാരാളം സഹാബത്ത് അങ്ങനെ അനുസരിക്കുന്നു. അമ്പിയാക്കൾ എന്തിനാണ് ഇവിടെ വന്നത്? അവർ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ജീവിച്ചതുപോലെ അവർ നോമ്പ് നോറ്റു, അവർ ഹജ്ജ് അനുഷ്ഠിച്ചു, അവർ സക്കാത്ത് കൊടുത്തു, അവർ പകൽ അള്ളാഹുവിനെ വണങ്ങി, അവർ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നു. അപ്പം അതുപോലെ ഔലിയാക്കൾ ചെയ്യുന്നു. ഔലിയാക്കൾ എന്നിട്ട് അമ്പിയാക്കളാവുന്നുണ്ടോ? ഇല്ല, വലിയൊരിക്കലും അമ്പിയാവുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചെയ്തതുപോലെ നമ്മെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നു. എന്നതുകൊണ്ട് നമ്മൾ വലിയ ആകുമോ? നമ്മളെ വലിയ ആവണമെന്നില്ല, മറിച്ച് അവരുടെ പാത എന്തെങ്കിലും സ്വീകരിച്ചു. അപ്പം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പറഞ്ഞാൽ അവൻ ഏതൊരു വിഭാഗത്തോടെ ഒരാൾ സദൃശ്യത കാണിച്ചു കഴിഞ്ഞാൽ അവൻ ആ വിഭാഗത്തിൽ പെട്ട ആളാണെന്ന് പറഞ്ഞാൽ ആ കൂട്ടർക്ക് കിട്ടുന്ന ഗുണങ്ങളും ആനുകൂല്യങ്ങളും കിട്ടും. അപ്പോൾ നാളെ അല്ലാഹു തആല അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന ആ അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമുക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരാനുകൂല്യം നമുക്ക് കിട്ടും. അമ്പിയാക്കൾക്ക് കിട്ടിയതുപോലെ കിട്ടുമെന്നോ അമ്പിയാക്കളുടെ അതേ മഹത്വം വരുമെന്നോ നമ്മോട് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് അറിയാലോ. അങ്ങനെയല്ല, അവർക്ക് പ്രത്യേകമായി അല്ലാഹു തആല തിരഞ്ഞെടുത്ത്. എന്നാൽ അവർ നമുക്ക് അനുകരിക്കാൻ, ഇമിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് തന്ന സംഗതികൾ ഉണ്ട്. അതല്ല ഹബീബായ തങ്ങൾ പറഞ്ഞ് ഉസ്വല്ലി കമാ റഅയ്തുമൂനി ഉസ്വല്ലി സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസ്വല്ലി. ഞാൻ എപ്രകാരമാണോ നിസ്കരിച്ചത് നിങ്ങൾ അതുപോലെ നിസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയ ഇബാദത്തായ നിസ്കാരത്തിൽ വി ഇമിറ്റേറ്റ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നബിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഒരു നബി നിസ്കരിച്ചതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. അപ്പോൾ ആ നബി മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ അളമത്ത് അത് ഉണ്ടാവണമെന്നില്ല. നമ്മോട് കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മളത് ചെയ്യുക.
അപ്പോൾ നിസ്കാരം വരെ നബി തങ്ങൾ നിസ്കരിച്ചതുപോലെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് പറയുമ്പോൾ മറ്റു മാർഗങ്ങളൊക്കെ നമ്മൾ അപ്രകാരം തന്നെയാണ് അവലംബിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കിതാബിൻ്റെ പേരിൻ്റെത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹംദിനെ കുറിച്ചും അതുപോലെ തന്നെ സ്വലാത്തിനെ കുറിച്ചുമൊക്കെ ചെറു വിവരണം നൽകിയിരുന്നു. ഇന്ന് അതിൻ്റെ 3-ാമത്തെ ബൈത്ത്. തഖ്വല്ലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാർ സുശദ്ദി ഹബാഇലാ. തഖ്വൽ ഇലാഹി, ഇലാഹായ അല്ലാഹുവിനോടുള്ള തഖ്വ. എന്താണ് തഖ്വ? ഇംതിസാലുൽ അവാമിരി വജ്തിനാബുൻ നവാഹി, കൽപ്പിച്ച കാര്യങ്ങളെ ശിരസാ വഹിക്കുകയും വിരോധിച്ച കാര്യങ്ങളെ പാടെ വെടിയുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുക. അപ്പോൾ ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുമ്പോൾ അതിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെയായി പോവും. എന്നാലും ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യുന്ന ആളുകളുണ്ട്. നന്മകളെ ചെയ്യലോടുകൂടെ തന്നെ തിന്മകൾ ജീവിതത്തിൽ കടന്നു വരുന്ന ആളുകളുണ്ട്. ഫുൾ ടൈം നന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിന്മ അവിടെ ഇല്ല. അതല്ലേ മഹാന്മാർ പറഞ്ഞത്, നിന്റെ സമയത്തെ നീ ഹക്കൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ബാത്തിൽ പിന്നെ കയറി വരില്ല. അപ്പം ഹക്കൽ നിന്റെ സമയത്തെ നീ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ബാത്തിലിൽ നിന്നെന്ത് ചെയ്യും? നിന്റെ സമയത്തെ ശൈത്താൻ ഉപയോഗപ്പെടുത്തുമെന്ന. അപ്പോൾ നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചാൽ ആ സമയത്ത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കും. ഇന്നസ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇങ്ങനെ ഏതൊരു കാര്യവും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. ഇനി തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയുകയില്ല. നിസ്കാര സമയത്ത് നടക്കുന്ന സിനിമ ആഘോഷങ്ങൾ, മറ്റാഘോഷങ്ങൾ തിന്മ ചെയ്യുന്ന ആൾ ആ സമയത്ത് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പറ്റുകയില്ല. നോമ്പ് നോക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ പറ്റില്ല. തൻ്റെ സമ്പത്ത് തിന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്ക് സകാത്ത് കൊടുക്കാനും ഹജ്ജിനും പറ്റൂല. അപ്പം അത് പരസ്പരം അങ്ങനെ എതിർപൂരകങ്ങളായി മാറുകയാണ്. അപ്പോൾ ഒരാൾ ജീവിതത്തിൽ ഫുള്ള് നന്മ ചെയ്യാൻ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിന്മകൾ അവിടെ നിന്ന് അങ്ങനെ പോകും. ഒരാൾ തിന്മ തന്നെ ചെയ്യാൻ അവിടെ തൻ്റെ ജീവിതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്മകൾ അതിലേക്ക് കയറി വരില്ല. അപ്പോൾ നന്മ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് കരുതി തിന്മ മാത്രം ചെയ്യാതിരുന്നാൽ അനുഷ്ഠിക്കേണ്ട നന്മകളുണ്ട്. ആൾ കണ്ടുപിടിക്കുന്നില്ല, വിചാരം പോലത്തതില്ല, പലിശയിൽ വരുന്നില്ല, പക്ഷെ അയാൾ നിസ്കരിക്കാതെ വേണ്ട. അപ്പം നിസ്കരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ അത് ചെയ്യണം. തെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പം അടിസ്ഥാനപരമായിട്ട് നന്മ ചെയ്യുക. ആ നന്മ ചെയ്തു കഴിഞ്ഞാൽ തിന്മ കയറി വരാനുള്ളതുണ്ടാവില്ല. ഇനി തിന്മ കയറി വരികയാണെങ്കിലോ അത് നന്മ ചെയ്യലോടുകൂടെ നന്മയുടെ ഉള്ളിലേക്ക് കയറി വരുന്ന തിന്മകളുണ്ട്. റിയാ പോലത്തെ, ലോകമാന്യം പോലത്തെ, കിബുറ് പോലത്തെ തിന്മകൾ കയറി വരും. അപ്പം അവകളെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ബ്ലോക്കിംഗ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പം തഖ്വൽ ഇലാഹി, അള്ളാഹുവിനോടുള്ള തഖ്വ, മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിൻ്റെയും കേന്ദ്രമാണ്. വതിബാഉ അഹ്വാ, ഇച്ഛകളെ പിൻപറ്റൽ, ഇച്ഛകളുടെ പുറകിൽ പോകൽ, റഅ്സു ശദ്ദി ഹബാഇല, എല്ലാ തിന്മകളെയും അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള തഖ്വ എല്ലാ വിജയത്തിൻ്റെയും കേന്ദ്രമാണ്. സആദ എന്ന് പറഞ്ഞാൽ വിജയം എന്നർത്ഥമുണ്ട്. ആ വിജയം എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായ വിജയമാണ്. തഖ്വ ശാശ്വതമായ വിജയമല്ലാത്ത താൽക്കാലികമായ വിജയങ്ങൾ, താൽക്കാലികമായ സന്തോഷങ്ങൾ ഭൂമിയിൽ നിന്ന് പലപ്പോഴും മനുഷ്യൻ ലഭിക്കുന്നു. കളികളിൽ ലഭിക്കുന്ന സന്തോഷം, സെലിബ്രിറ്റികളെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു ബിസിനസ്സിൽ നിന്ന് ലാഭം കൊയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതൊക്കെ അബദൻ അല്ല. എന്നാൽ അള്ളാഹുവിനായിട്ടുള്ള തഖ്വയിലായിട്ടുള്ള ജീവിതം, നന്മകൾ അങ്ങനെ ചെയ്ത് തിന്മകൾ പാടെ വെടിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു സആദയുണ്ട്. ആ സആദയാണ് നമുക്ക് വേണ്ടത്. ആ സആദയിലേക്ക് ക്ഷണിക്കലാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മാർഗം. ആ മാർഗം അവലംബിക്കാൻ തഖ്വയിൽ ജീവിക്കൂ.
ഇതാണ് ഇതിൻ്റെ പ്രമേയം. അത്തിബാഉ അഹ്വാ, ഇഷ്ടത്തിൻ്റെ പുറകെ പോകൽ, റേസു ഇല, എല്ലാ തിന്മകളെയും അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തിന്മകൾക്ക് കാരണം ഇച്ഛകളാണ്. ഇച്ഛകൾ മനുഷ്യൻ്റെ പ്രകൃതമാണ്. ജീവജാലങ്ങൾക്ക് അവരുടെ ഇച്ഛക്കൊത്താണ് എന്ത് ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത്. അവരുടെ ഇച്ഛയെ മനുഷ്യന് നിയന്ത്രിച്ച് മാറ്റി അങ്ങനെ വിട്ട് കഴിഞ്ഞ് ഇണക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവരുടെ അവസര നിഷേധം നടത്തി കഴിയുമ്പോഴാണ് അവകൾ താൽക്കാലികമായിട്ടൊക്കെ അങ്ങനെ ഒതുങ്ങിക്കൂടുക. എന്നാലും മൃഗങ്ങളിലേക്ക് തന്നെ എന്ത് ചെയ്യും, അവകൾ അങ്ങനെ 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 മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞ് എഡ്യൂക്കേഷൻ്റെ ബോധങ്ങൾ എന്താവുകയില്ല, മൃഗങ്ങളെ കൊണ്ടുവരിക. അതിൽ പരിശീലിപ്പിക്കാൻ കഴിയും. സിംഹത്തെയും ചീറ്റപ്പുലിയൊക്കെ വളർത്തുന്ന ആളുകൾ വേവിച്ച മാംസം കൊടുക്കാതെ പച്ചമാംസം കൊടുത്തിട്ട് ജീവികളെ ഇണക്കിയിട്ട് വേവിച്ച മാംസം കൊടുത്ത് പച്ചമാംസം കൊടുക്കാതെ പച്ചമാംസത്തോട് ഇഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങനെ 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 കൊണ്ടുവരും. അത് അവകൾ അങ്ങനെ ആക്കുകയാണ്. അത് എഡ്യൂക്കേറ്റഡ് അല്ല, ട്രെയിൻ എന്നാണ് പറയുക. എവിടെയെങ്കിലും ഉണ്ടാവും ഈ നായയെ പഠിപ്പിക്കുക എന്നുണ്ടാവും, ഇല്ല നായയെ പരിശീലിപ്പിക്കുക എന്നാണ് പറയുക. സർക്കസിലെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുക എന്നാണ് പറയുക, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മൃഗങ്ങൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം, മനുഷ്യനെ ട്രെയിൻ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് അറിവുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അവൻ്റെ ഇച്ഛയിൽ നിന്ന് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിന്മയിലേക്കുള്ള ഒരു ടെൻഡൻസി, ചായ്വ്, നന്മയിലേക്ക് നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു ചായ്വ്, ഈ രണ്ടിനെയും എഡ്യൂക്കേഷൻ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, അറിവ് കൊണ്ട് അവിടെ നിയന്ത്രിക്കാം, നന്മയിലേക്ക് കൊണ്ടുവരാം, തിന്മയിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്യാം. അതാണ് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ 7 വയസ്സ് മുതൽ അവർക്ക് നിസ്കാരം പരിശീലിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ബാല്യമാകുമ്പോൾ 15 വയസ്സാകുമ്പോൾ 12 വയസ്സാകുമ്പോഴാണ് നിസ്കാരം നിർബന്ധമാകുക. പക്ഷെ ദേ ആർ ബീങ് ട്രൈൻഡ്, അവരെന്താ ട്രെയിൻ ചെയ്ത് വരുന്നത്, അത് അവർക്ക് ശീലമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ടുവരുന്നത് പോലെ മനുഷ്യൻ എന്താക്കാം, ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും. അത് അറിവ് കൊടുത്തിട്ടാണ് മാറ്റുന്നതെങ്കിലോ അത് ശാശ്വതമായ ഒരു ശീലമായിട്ട് എന്ത് ചെയ്യും, അത് മാറും. അപ്പൊ ഇതൊക്കെ ഇതിനെതിരാണ്, മനുഷ്യന്റെ ഇച്ഛക്ക് എതിരാണ്. ഇച്ഛയിൽ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് അള്ളാഹുവിനെ ആരാധിക്കണം, നന്മ ചെയ്യണം, തിന്മ വിട്ട് നിൽക്കണം എന്നുള്ളത് അത് കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമായിരിക്കും. ചില ആളുകൾക്ക് മദ്യത്തോട് ഇഷ്ടമില്ല, അത് മദ്യം ഹറാമായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മദ്യത്തെ നിരാകരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിലോ ആവില്ല, അവൻ്റെ ഇഷ്ടം മദ്യത്തിലേക്ക് യോജിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാകും, കുടിച്ചു നോക്കുമ്പോൾ അതിന് ശരീരം എന്താവുന്നില്ല, റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നുള്ളതാ. എന്നാലും അവൻ്റെ ബേസിക്കായ അവൻ്റെ അഹ്വകൾ ആ ഇഷ്ടത്തോട് പോവുക എന്നുള്ളതാണ്. അത് ഇൻ പേഴ്സൺ അത് ഡിഫർ ആകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇച്ഛകളോടുള്ള ആ പിന്തുടർച്ച റേസുഷറ്റിഹബയില അതെല്ലാ തിന്മകളെയും വലിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്.